മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ മധ്യ നൽകപ്പെട്ട യേശു എന്ന നാമം അല്ലാതെ മറ്റൊരു നാമവുമില്ല. ഏവർക്കും വചനധ്യാനത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ പ്രമേയം എന്താണ് കുരിശ്? ഒരു മനുഷ്യന്റെ ജീവിത അനുഭവമായി ചേർത്ത് കുരിശിനെ ഒന്ന് വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചാൽ കുരിശിനെ നമുക്ക് ഇങ്ങനെ വ്യാഖ്യാനിക്കാം. ക്രോസ് ഈസ് എ സിംബൽ ഓഫ് സാക്രിഫൈസ്, റിഡംഷൻ ആൻഡ് ലവ്. കുരിശ് എന്ന് പറയുന്നത് വീണ്ടെടുപ്പിന്റെയും സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും ഒരു അടയാളമാണ്. ക്രിസ്ത്യാനികളായ നാം ഹൃദയത്തിൽ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്, ക്രൂശാണോ നമ്മുടെ മാതൃക? കുരിശിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഈ ത്യാഗവും ഈ വീണ്ടെടുപ്പും ഈ സ്നേഹവും പകർന്ന് യേശുവിന്റെ ശിഷ്യന്മാരായി ജീവിക്കുന്നവരാണോ നമ്മൾ? സാധാരണഗതിയിൽ ഇന്ന് മനുഷ്യൻ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ജീവിതം സമർപ്പിച്ചിരിക്കുന്നത്. ഒന്ന്, സമ്പത്ത് ശേഖരിക്കാൻ, പണം. പണത്തിന്റെ പിന്നാലെ മനുഷ്യൻ പരക്കം പായുകയാണ്. ഈ സമയങ്ങളിൽ ഏറെ ചർച്ചയാകുന്ന ഒരു വിഷയമാണ് എമ്പുരാൻ സിനിമ. വിവാദം, അതിലെ ചില സീനുകളൊക്കെ കട്ട് ചെയ്തു വിവാദത്തിന്റെ കൊടുമ്പിരി കൊള്ളുന്ന ഒരു വേളയിലാണ് ഇന്നത്തെ ഈ വചനധ്യാനം നടക്കുന്നത്. ജനപ്രതിനിധിയായ സുരേഷ് ഗോപി MP ഇതിനൊരു ഉത്തരം കൊടുത്തത്, വിവാദങ്ങൾ ഉണ്ടാക്കുന്നത് മേക്ക് എ മണി, പണം ഉണ്ടാക്കാൻ വേണ്ടിയാ. വിവാദങ്ങൾ ഉണ്ടാക്കി പണം ശേഖരിക്കുകയാണ് ഇതിന്റെ പിന്നിലെ ലക്ഷ്യമെന്ന് ജനപ്രതിനിധി നമ്മോട് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ വാക്കുകൾ സത്യമാണോ അല്ലയോ ഇതൊരു ചർച്ചാ വിഷയമല്ല. പണം ഉണ്ടാക്കാൻ മനുഷ്യൻ പലതും ശ്രമിക്കുന്നു എന്നുള്ളത് സത്യമാണ്. മനുഷ്യൻ ഒരു ഭാഗത്ത് പണത്തിന് വേണ്ടി ഇങ്ങനെ ജീവിതത്തെ ഹോമിക്കുമ്പോൾ പണം ശേഖരിക്കുന്നു, ചില ചതിക്കുഴിയിൽ പോയി വീഴുന്നു. മറുഭാഗത്ത് പ്രശസ്തിക്ക് വേണ്ടി മനുഷ്യൻ എന്തും ചെയ്യുന്നു. ഈ പ്രശസ്തിയുടെ കൊടുമ്പിരിയിൽ നിൽക്കുന്ന മനുഷ്യർ നാം ഹൃദയത്തിൽ വ്യക്തമായി തിരിച്ചറിയണം, അവർ ശരിക്കും അർത്ഥവത്തായ ഒരു ജീവിതം ആഘോഷിക്കുന്നുണ്ടോ? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ളത് ആർക്കെന്ന് ചോദിച്ചാൽ സിനിമാ നടന്മാർക്കൊന്നുമല്ല, അമിതാഭ് ബച്ചനോ അങ്ങനെയുള്ള പ്രഗത്ഭരായ സിനിമാ നടന്മാർക്കൊന്നുമല്ല. ഈ വാരത്തിൽ മലയാള മനോരമയിലെ എഡിറ്റോറിയൽ പേജിൽ യുറോഗോ എഴുത്തുകാരനായ എഡാഡോ ഗലിയാനോ എന്ന് പറയുന്ന എഴുത്തുകാരന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: മഹേന്ദ്ര സിംഗ് ധോണിയാണ് ഏറ്റവും കൂടുതൽ ആരാധകരുള്ള മനുഷ്യൻ. പക്ഷേ അദ്ദേഹം ഒരു ചങ്ങലയിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് അമനോഹരമായ എഴുത്ത്. ചങ്ങല സ്വർണം കൊണ്ടാണെന്ന് മാത്രം, പക്ഷെ ബന്ധനമാണ്. പല സെലിബ്രിറ്റികളും ഫേമസ് ആയി, പക്ഷേ തീവ്രമായ അച്ചടക്ക പരിശീലനം, പട്ടാള ചിട്ട പോലും അല്ലാതെ തീവ്രമായ പരിശീലനം, വേദന സംഹാരികളുടെ ഉപയോഗം, ഉറക്കമില്ല, ഉറക്കമരുന്നുകൾ ഉപയോഗിക്കുന്നു, രുചികരമായ ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല, സ്വകാര്യ ജീവിത അനുഭവങ്ങൾ അവർക്ക് നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ്, അവരുടെ ആഗ്രഹങ്ങൾക്കൊത്ത് അവർക്ക് ജീവിക്കാൻ കഴിയുന്നില്ല. പിന്നെ ഈ പ്രശസ്തി ഉണ്ടായിട്ട് എന്ത് കാര്യമാണ്? ആ പ്രശസ്തിയിൽ നിന്ന് ഇറങ്ങാൻ കഴിയാതെ ജീവിതത്തിന് അർത്ഥമില്ലാതെ ജീവിക്കുന്ന സെലിബ്രിറ്റികളെ കുറിച്ച് ആ എഡിറ്റോറിയൽ പേജ് നമ്മെ പരിചയപ്പെടുത്തുമ്പോൾ പണത്തിന് പുറകെയും പ്രശസ്തിക്ക് പുറകെയൊക്കെ നടക്കുന്ന മനുഷ്യൻ ജീവിതം ആഘോഷിക്കുന്നുണ്ടോ? ഇവിടെയാണ് ഈ ദിനത്തിൽ സഭ നമുക്ക് ചിന്തിക്കാൻ തന്നിരിക്കുന്ന വിഷയത്തിന്റെ പ്രസക്തി. യേശുവിന്റെ ശിഷ്യൻ കുരിശ് മാതൃകയാക്കിയുള്ള ഒരു ജീവിതം, അത് അർത്ഥവത്തായ ഒരു ജീവിതമാണ്. ആ ജീവിതത്തിൽ ക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്നത് എന്താണ്? വചനത്തിന്റെ തുടക്കത്തിൽ ഞാൻ ഇങ്ങനെ പറയട്ടെ, ജീസസ് ഈസ് എ പെർഫെക്റ്റ് മോഡൽ ഓഫ് ഗോഡ്. യേശുവാണ് എന്റെ യഥാർത്ഥ മാതൃക, പൂർണ്ണമായ മാതൃക.
ഒരു മനുഷ്യന് അർത്ഥപൂർണമായ ഒരു ജീവിതം ആവശ്യമാണെങ്കിൽ അവൻ യേശുവിനെ മാതൃകയാക്കിയിരിക്കണം. യേശുവിന്റെ ജീവിതത്തെ മാതൃകയാക്കിയിരിക്കണം. ഇന്നത്തെ വചനധ്യാനം നമ്മുടെ ജീവിതത്തെ സ്പർശിക്കുന്നതാകട്ടെ. ചിന്തയ്ക്ക് ആധാരമായി തിരഞ്ഞെടുക്കുന്ന വിശുദ്ധ വചനം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 46 മുതലുള്ള വാക്യങ്ങൾ. ബർത്തിമായി എന്ന് പറയുന്ന ഒരു കുരുടനെ കുറിച്ചാണ് പറയുന്നത്. ഈ ബർത്തിമായി യെരിഹോവിൽ യേശു വരുമ്പോൾ അവൻ വഴിയരികിൽ ഇരിക്കുകയാണ്. വലിയ ശബ്ദം അവന്റെ കാതുകളിൽ അലയടിച്ചു. വരുന്നത് യേശുവാണെന്ന് മനസ്സിലാക്കി. പിന്നെ മറ്റൊന്നും ചിന്തിച്ചില്ല. അവൻ ഉറക്കെ നിലവിളിച്ചു, യേശുവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ. ഒത്തിരി പേര് അവനെ ശാസിച്ചു കേട്ടോ. എടാ മിണ്ടാതിരിക്കേ, എടാ യേശുവിനെ ശല്യപ്പെടുത്തരുതേ, മിണ്ടാതിരിക്കേ. എന്നാൽ അവൻ അധികം നിലവിളിച്ചു. യേശു നിന്നു, നോക്കി, വിളിച്ചു. ഈ പദങ്ങളൊക്കെ വളരെ പ്രാധാന്യമുള്ള പദങ്ങളാണ്. നിന്നു, നോക്കി, വിളിച്ചു. അവന് കാഴ്ചശക്തി കൊടുക്കുകയാണ്. കാഴ്ചശക്തി കൊടുക്കുമ്പോൾ യേശു അവനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഞാൻ എന്ത് ചെയ്യണമെന്ന് നീ ഇച്ഛിക്കുന്നു? ഞാൻ ഇച്ഛിക്കുന്നത് നിനക്ക് ചെയ്തു തരാന്നല്ല, ഞാൻ എന്ത് ചെയ്യണമെന്ന് നീ ഇച്ഛിക്കുന്നു. നിന്റെ ആഗ്രഹം എന്താണ്? ഞാൻ എന്ത് ചെയ്യണമെന്ന്? ഗുരു, എനിക്ക് കാഴ്ച വേണം. അവനോട് പോകാൻ പറയുന്നു. അവൻ സൗഖ്യം പ്രാപിക്കുന്നു. ഈ വേദഭാഗത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു വിശ്വാസി, ഒരു ശിഷ്യൻ എങ്ങനെ ജീവിതത്തെ ക്രമീകരിക്കണമെന്ന് ഭംഗിയായി പഠിപ്പിക്കുന്നുണ്ട്. 3 ചിന്തകൾ. 1, ശ്രദ്ധിക്കേണ്ടത് മാത്രം ശ്രദ്ധിക്കുക. നാം ഒന്ന് ഈ ലോകം മുഴുവനും കണ്ണോടിച്ചാൽ, ഈ നിമിഷം ഒന്ന് കണ്ണോടിച്ചാൽ ഒത്തിരി കാര്യങ്ങൾ ഈ ലോകത്ത് സംഭവിക്കുന്നുണ്ട്. ഒത്തിരി കാര്യങ്ങൾ. വാഹനങ്ങൾ ഓടുന്നുണ്ട്, പക്ഷികൾ ചിലയ്ക്കുന്നുണ്ട്, അടുത്തിരിക്കുന്ന മനുഷ്യർ ഒത്തിരി കാര്യങ്ങൾ നമ്മോട് സംസാരിക്കുന്നുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇതിന്റെ നടുവിൽ ഞാനും നിങ്ങളും എന്ത് ശ്രദ്ധിക്കുന്നു? ഈ നിമിഷം സംഭവിച്ച കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. നമ്മുടെ ശ്രദ്ധ എവിടെ? യേശുക്രിസ്തു യെരിഹോവിൽ വരുമ്പോൾ, യെരിഹോ കച്ചവട സ്ഥലമാണ്. കച്ചവട സ്ഥലം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആകർഷണീയമായ പലതുമുണ്ട്. യേശുവിന്റെ ശ്രദ്ധ അതൊന്നും പോകുന്നില്ല. വഴിയരികിൽ ഒരു കുരുടനെടുത്ത് നിലവിളിക്കുന്നുണ്ട്. യേശുവിന്റെ ശ്രദ്ധ അപ്പോഴും ആ കുരുടന്റെ മേൽ പതിക്കുന്നില്ല. ആരൊക്കെയോ എടാ മിണ്ടാതിരിക്കെന്ന് പറയുന്നുണ്ട്. ആ സമയത്തും യേശുവിന്റെ ശ്രദ്ധ അവിടെ പതിക്കുന്നില്ല. എന്നാൽ അവൻ അധികം നിലവിളിക്കുമ്പോൾ യേശു നിന്നു. യേശു നിന്നു അവനെ നോക്കുകയാണ്. അപ്പൊ യേശുവിന്റെ ശ്രദ്ധ ആകർഷണീയമായ ഒന്നിലോ തടയുന്നവരുടെ മേലോ ഒന്നുമല്ല. യേശുവിന് ഒരു വിഷയത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സത്യം. ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായത്തിൽ വളരെ ഭംഗിയായി രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു സംഭവമാണ് ഇസഹാക്കിന്റെ സംഭവം. ഇസഹാക്കിന്റെ ജീവിതത്തിൽ അവൻ ദൈവത്തോട് പറ്റിയിരുന്നപ്പോൾ ദൈവം അവനെ അനുഗ്രഹിച്ചു. ദൈവം അവനെ അനുഗ്രഹിക്കുന്നത് അസൂയ തോന്നിയ ചിലരുണ്ട്. ഫെലിസ്ത്യ രാജാക്കന്മാർക്ക് അതൊരു അസൂയയായിട്ട് തോന്നി. അസൂയയായിട്ട് തോന്നിയെന്ന് മാത്രമല്ല, ഫെലിസ്ത്യ രാജാക്കന്മാർ അവനെ അവിടെ നിന്ന് മാറ്റി മറ്റൊരു സ്ഥലത്തേക്ക് പറഞ്ഞയച്ചു, അബീമേലക്ക്. പുരാതന കാലത്ത് പ്രത്യേകിച്ചും ഇസ്രായേൽ ചരിത്രം പഠിക്കുമ്പോൾ കിണർ കുഴിക്കുക എന്ന് പറയുന്നത് അവരുടെ ഒരു പ്രത്യേകമായ ഒരു ജീവിത ശൈലിയാണ്. കാരണം അവര് ഇടയ പരിപാലന ശുശ്രൂഷയുമായിട്ട് ജീവിക്കുന്നത്. എവിടെയെങ്കിലും പോയാൽ ഒരു കിണർ കുഴിച്ച് അതിലെ വെള്ളം ഈ ആടുകൾക്ക് കൊടുത്ത് അങ്ങനെ ജീവിക്കുന്ന ആൾക്കാരാ. കിണർ എന്ന് പറയുന്നത് അവരുടെ ഐഡന്റിറ്റിയാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ കിണർ കുഴിക്കാൻ വേണ്ടി മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച ഇസഹാക്കിനെ മാറി താമസിക്കേണ്ടി വന്നു. പക്ഷെ മാറി താമസിക്കുമ്പോഴും അവന്റെ ദൗത്യം അവൻ ചെയ്തുകൊണ്ടേയിരുന്നു. അവിടെ കിണറുകൾ കുഴിച്ചു. തന്റെ പിതാവ് അബ്രഹാമിന്റെ കിണറുകൾ, ഓർമ്മ മാത്രമായ കിണറുകളെ പോലും അത് പുതുക്കി പണിയുവാൻ അദ്ദേഹം ശ്രമിച്ചുകൊണ്ടേയിരുന്നു.
ശ്രദ്ധ പൂർണ്ണമായിട്ടും ഒരു വിഷയത്തിൽ പതിപ്പിക്കുക എന്നുള്ളതാണ് കുരിശിനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നവന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം. ആ കഥ ഇങ്ങനെ നമ്മൾ വായിച്ചു വരുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നും കേട്ടോ. കാരണം ആരാണോ ഇസഹാക്കിനെ എവിടെ നിന്ന് പറഞ്ഞയച്ചുവോ അവർ തന്നെ വന്ന് ഒരു സമാധാന ഉടമ്പടി പൂർണ്ണമായി ചെയ്യുന്ന അനുഭവത്തെ ആ ചരിത്ര സംഭവത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുകയാണ്. മലയാളിക്ക് ഒരു സ്വഭാവമുണ്ട്. ഞാൻ ഈ അടുത്ത സമയത്ത് വായിച്ച ഒരു പുസ്തകത്തിലെ ചില വാചകങ്ങളാണ് ഞാൻ പറയുന്നത്. എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കും. ഇലക്ട്രീഷ്യൻ ആണോ, അവൻ ഇലക്ട്രിക്കലായിട്ടെല്ലാം അറിയാം. പ്ലംബിംഗ് ആണോ, പ്ലംബിങ്ങിന്റെ എല്ലാം അറിയാം. ഇങ്ങനെ എല്ലാ മേഖലയും ഒരു മേസ്തിരിയുടെ വർക്കറിയാം, ആശാരിയുടെ വർക്കറിയാം. പക്ഷെ ഒന്നിലും അവൻ അഗ്രഗണ്യനല്ല. ഒരു വിഷയത്തിൽ നീ ഫോക്കസ് ചെയ്യുകയാണ് ഏറ്റവും പ്രധാനം. ഇന്ന് പഠിക്കുന്ന മക്കൾ പഠന മേഖലയെ ഫോക്കസ് ചെയ്യുന്നവരാകട്ടെ. ഉപജീവനത്തിന് പോകുന്നവർ അവർ ആയിരിക്കുന്ന മേഖലകളെ ഫോക്കസ് ചെയ്യുന്നവരാകട്ടെ. ജീവിത മേഖലകളിൽ പ്രാർത്ഥനയോടുകൂടെ വിശ്വാസത്തോടുകൂടെ അതിനെ ഫോക്കസ് ചെയ്ത് ജീവിപ്പാൻ പ്രിയപ്പെട്ടവരെ ക്രിസ്തുവിന്റെ ക്രൂശ് എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്നു. രണ്ടാമത്തേത് ടേക്ക് റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുക. കർത്താവായ യേശു ക്രിസ്തു എന്നെ നിങ്ങളെയും പഠിപ്പിക്കുന്ന രണ്ടാമത്തെ പ്രത്യേകതയാണ് ജീവിതത്തിൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ എനിക്ക് നിങ്ങൾക്കും കഴിയണം. ഇന്ന് മനുഷ്യൻ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ വിമുഖത കാണിക്കാറുണ്ട്. ഉത്തരവാദിത്തങ്ങളെ പലപ്പോഴും മനുഷ്യൻ കാണുന്നത് ബാഡനായിട്ടാണ്, ഒരു ഭാരമായിട്ടാണ്. ഞാൻ പ്രാർത്ഥനയോടെ പറയും, ഉത്തരവാദിത്തങ്ങൾ അനുഗ്രഹമാണ്. യേശു നിന്നു, യേശു നോക്കി, തീർന്നില്ല. യേശു അവനെ വിളിച്ചു. അതാണ് ഉത്തരവാദിത്തം ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ. ക്രൂശ് നമ്മെ പഠിപ്പിക്കുന്നത് അതാണ്. പ്രിയപ്പെട്ടവർ, ഇവിടെ ഇരിക്കുന്ന എനിക്കും നിങ്ങൾക്കും ഒരു ഉത്തരവാദിത്തമുണ്ട്. എത്ര പേരാണ് ഉത്തരവാദിത്തങ്ങളെ സ്നേഹിക്കുന്നത്? ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുമ്പോൾ കാശ് ചിലവാകും, ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുമ്പോൾ സമയം ചിലവാകും, ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ ത്യാഗം ആവശ്യമാണ്. ക്രോസ് ഈസ് ദ സിംബൽ ഓഫ് സാക്രിഫൈസ്. ത്യാഗം ആവശ്യമാണ്. ഹാർഡ് വർക്ക്, കഠിനമായ അധ്വാനം ആവശ്യമാണ്. 5 ഡയലോഗ് പറയാൻ വലിയ കാര്യമൊന്നുമില്ല പ്രിയപ്പെട്ടവരെ. കുറ്റം പറയാൻ എന്ത് എളുപ്പമാണ്. ഒരു വലിയ സംഭവമൊക്കെ ഉണ്ടാക്കി വെക്കുമ്പോൾ കുറ്റം പറയാൻ എളുപ്പമാണ്. പക്ഷെ അതിൻ്റെ നടുവിൽ ത്യാഗത്തോടെ വിശ്വാസത്തോടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ജീവിക്കാൻ എനിക്ക് നിനക്കും കഴിയുമോ? ഇതാണ് ചോദ്യം. അങ്ങനെ ചെയ്യുമ്പോൾ ഇന്നത്തെ ലേഖന വേദഭാഗത്തിൽ പറയും പോലെ അപ്പോസ്തലനായ പൗലോസ് അനുഭവിച്ച കല്ലേറ്, കാരാഗ്രഹവാസം, തീക്ഷ്ണമായ വ്യഥകൾ, ഇതെല്ലാം ജീവിതത്തിന്റെ ഭാഗമായി തീരും. അതിൻ്റെ നടുവിൽ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഉത്തരവാദിത്വ ബോധത്തോടുകൂടെ എനിക്ക് നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയുമോ? അപ്പോഴാണ് ക്രൂശിനെ മാതൃകയാക്കിയുള്ളൊരു ജീവിതം. ഇന്ന് മനുഷ്യൻ ഉത്തരവാദിത്തങ്ങൾ ആരും ഏറ്റെടുക്കാൻ തയ്യാറല്ല. ഉത്തരവാദിത്തങ്ങളെ ഒരു ഭാരമായി കാണുന്ന ഒരു സമൂഹത്തിന്റെ നടുവിലാണ് ഞാൻ നിങ്ങളും ജീവിക്കുന്നത്. യേശുക്രിസ്തു ഉത്തരവാദിത്തം ഏറ്റെടുത്തതാണ് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഈ ഒരു മാറ്റം വന്നതെന്ന് നമ്മൾ വിശ്വസിക്കുകയും തുടർന്ന് യേശു ക്രൂശിനെ സ്നേഹിച്ചതുപോലെ ഉത്തരവാദിത്തങ്ങൾ ഞാനും നീയും ഏറ്റെടുക്കുമ്പോൾ യേശു നിന്നു, യേശു നോക്കി, തീർന്നില്ല, വിളിച്ചു. വിളിച്ചു എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ? പിന്നെ അവന്റെ മേലുള്ള ഉത്തരവാദിത്വം ക്രിസ്തു അങ്ങോട്ട് ഏറ്റെടുക്കുക. ഇതാണ് ക്രൂശിന്റെ അനുഭവം പ്രിയപ്പെട്ടവരെ. ഒന്ന്, നമ്മൾ ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത് മാത്രം ശ്രദ്ധിക്കുക. 2, ഉത്തരവാദിത്വം ഏറ്റെടുക്കുക. 3, വളരെ പ്രാധാന്യമുള്ളതാണ്, ബി ആക്റ്റീവ്, വർക്ക് വിത്ത് സാക്രിഫൈസ്. നിങ്ങൾ പ്രവർത്തിക്കണം, ത്യാഗത്തോടെ പ്രവർത്തിക്കണം. ഇതൊരു ആഴമുള്ള ചിന്തയാണ്. 3-ാമത്തെ കാര്യം, പ്രവർത്തിക്കുക ത്യാഗത്തോടെ. ത്യാഗത്തോടെ. ക്രൂശ് ഇല്ലാതെ പുനരുദ്ധാനം ഇല്ല. ഈസ്റ്റർ എന്ന് പറയുന്ന ഒരു ദിവസം നമ്മൾ ആഘോഷിക്കുന്നെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു ദുഃഖവെള്ളിയുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പ്രവർത്തിക്കണം,
നിങ്ങൾ പ്രവർത്തിക്കണം, ത്യാഗത്തോടെ പ്രവർത്തിക്കണം, കഠിനമായ ത്യാഗത്തോടു കൂടെ പ്രവർത്തിക്കണം. യേശു അവനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന് നീ ആഗ്രഹിക്കുന്നു? ഞാൻ ചെയ്യും, അത് നീ കണ്ടോണ്ടിരുന്നാ മതി എന്ന ഇന്നത്തെ ഭാഷ, ഇന്ന് നമ്മളൊക്കെ പറയുന്നേ. ഞാൻ ചെയ്യും, അത് നിനക്ക് സൗകര്യം ഉണ്ടെങ്കിൽ സ്വീകരിച്ചാൽ മതി. ഞാൻ നിനക്കെന്ത് ചെയ്തു തരണം? പ്രിയപ്പെട്ടവർ, അങ്ങനെ ഒരു പ്രവർത്തനത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ, ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ നമുക്ക് കഴിയുമോ? നമ്മുടെ പ്രവർത്തനങ്ങൾ അങ്ങനെയാകണം. എനിക്ക് വേണ്ടിയല്ല, നിനക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്തു തരണം? സഭയ്ക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യണം? എന്റെ സമൂഹത്തിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യണം? എന്റെ ദേശത്തിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യണം? എന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യണം? ഇന്ന് മനുഷ്യൻ ഞാൻ ചെയ്യും, അത് നീ സൗകര്യം ഉണ്ടെങ്കിൽ സ്വീകരിച്ചാൽ മതി എന്ന് പറയുന്നിടത്താണ് കുടുംബത്തിൽ പ്രശ്നം, സഭയിൽ പ്രശ്നം, സമൂഹത്തിൽ പ്രശ്നം. ശരിയല്ലേ? ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന് നീ ആഗ്രഹിക്കുന്നു? ആ ഒരു ചോദ്യം നമുക്ക് ചോദിക്കേണ്ടത് ശക്തമാണ് കേട്ടോ. അങ്ങനെയുള്ള ഒരു പ്രവർത്തന മേഖലയിലേക്ക് ആഴത്തോടെ ഇറങ്ങിച്ചെല്ലാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. 2, കുറച്ചുകൂടെ പ്രധാനമാണ്. യേശുക്രിസ്തു ഈ സൗഖ്യം കൊടുത്തത് കൊണ്ട് യേശുക്രിസ്തുവിന് എന്ത് പ്രയോജനം ഉണ്ടായി? യേശുവിനുണ്ടായ ഒരേ ഒരു പ്രയോജനം, യേശുവിന് ക്രൂശ് കിട്ടി എന്നുള്ളതാണ്. കുരുടനെയും ചെകിടനെയും വ്യഭിചാരം ചെയ്ത സ്ത്രീയെയും, ഇങ്ങനെ യേശു സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട മക്കളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചത് കൊണ്ട് യേശുവിന് കിട്ടിയ ആകെ തുക എന്ന് പറയുന്നത് ക്രൂശാണ്. വെല്ലുവിളികളെ സ്വീകരിച്ചുകൊണ്ട് ക്രൂശിനെ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ ഞാനും നീയും ഒരുക്കമാണ്. സാധു സുന്ദർ സിംഗ് ഭാരത പശ്ചാത്തലത്തിൽ ചിന്തിക്കുമ്പോൾ അദ്ദേഹം ക്രൂശിനെ സ്നേഹിച്ചതുപോലെ മറ്റൊരു മാതൃക വീണ്ടും ഉയർത്തി പറയാൻ നമുക്ക് കഴിയത്തില്ല പ്രിയപ്പെട്ടവരെ. സമ്പന്നമായ ഒരു കുടുംബത്തിൽ പിറന്ന മനുഷ്യൻ, എന്നാൽ ഇതാണ് സത്യമെന്ന് മനസ്സിലാക്കിയപ്പോൾ ആ സത്യത്തിന്റെ പിന്നിൽ ത്യാഗത്തോടെ ശാരീരിക പീഡനം, മാനസിക പീഡനം, എല്ലാ തരത്തിലും ജീവിതത്തിൽ സാക്രിഫൈസ്, ത്യാഗ മനോഭാവത്തോടെ അദ്ദേഹം മുന്നോട്ട് പോവുക തന്നെ ചെയ്തു. ഇന്ന് അദ്ദേഹത്തിന്റെ വാക്കുകൾ ജീവിക്കുകയാണ്, അദ്ദേഹത്തിന്റെ എഴുത്തുകൾ നമ്മോട് സംസാരിക്കുകയാണ്. അദ്ദേഹം ഇന്നും തൻ്റെ ജീവിത അനുഭവങ്ങളിലൂടെ അനേകം പേർക്കൊരു സാക്ഷിയായി നിൽക്കുകയാണ്. ഞാനൊരു ഹോംവർക്ക് ഇടാം, അദ്ദേഹത്തെ കുറിച്ചൊന്ന് പഠിക്കുക, അദ്ദേഹത്തെ കുറിച്ചൊന്ന് മനസ്സിലാക്കുക. ഇതാണ് ജീവിത മാതൃക. പ്രിയപ്പെട്ടവരെ, നമുക്ക് പല രീതിയിലും ജീവിക്കാം കേട്ടോ. പണത്തിന്റെ അനുഭവത്തെ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് ഒരു ധനവാനാകാൻ നമുക്ക് ശ്രമിക്കാം, പ്രശസ്തി. പക്ഷേ ക്രൂശിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ജീവിച്ചാൽ ശ്രദ്ധിക്കേണ്ടതിൽ മാത്രം ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ത്യാഗത്തോടെ കഠിനമായി പ്രവർത്തിച്ചുകൊണ്ട് ജീവിച്ചാൽ, പ്രാർത്ഥനയോടെ ഞാൻ പറയും, നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ ദൈവരാജ്യ അനുഭവങ്ങളെ സമൂഹത്തിന് നൽകാൻ കഴിയും. ബെഞ്ചമിൻ ഡെയ്ലി, ഇതുപോലെയുള്ള വലിയ വലിയ ഭക്തന്മാർ, ഹെർമൻ ഗുണ്ടറ്റ്, ഈ ബൈബിളിന് പിന്നിൽ അവരുടെയൊക്കെ സ്വപ്നം, അവരുടെയൊക്കെ അധ്വാനം, അവരുടെയൊക്കെ ത്യാഗം, ഇതാണ് ക്രൂശിനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുക എന്ന് പറയുന്നത്. ഈ ഒരു വിളി ദൈവം ഈ ഒരു പ്രഭാഷണത്തിലൂടെ നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നു. 3 ചോദ്യങ്ങൾ. ശ്രദ്ധിക്കേണ്ടത് മാത്രം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാൻ നിനക്ക് കഴിയുമോ? ദൈവം നിന്നെ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വത്തെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് പ്രാർത്ഥനയോടുകൂടെ ചെയ്യാൻ നിനക്ക് കഴിയുമോ? 3, പ്രവർത്തിക്കണം, ത്യാഗത്തോടെ പ്രവർത്തിക്കാൻ. ക്രൂശെങ്കിൽ ക്രൂശ്, ആ ക്രൂശിന്റെ അനുഭവത്തോടുകൂടെ ചേർന്ന് നിന്ന് ക്രിസ്തുവിന് വേണ്ടി പ്രവർത്തിപ്പാൻ നിനക്ക് കഴിയുമോ? ആ വിളി നമുക്ക് സ്വീകരിക്കാം. ദൈവം തന്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ ഒരുക്കട്ടെ. ആമേൻ, ആമേൻ.